നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കമ്പോസ്റ്റാണ്. ഇത് കോഴിക്കാരമാണ്. ഇതേണ്ടേ, നല്ല ഡ്രൈ ആണ്. ഇത് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഉണ്ടാക്കിയതാണ്. ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ പച്ചക്കറികൾക്ക് ആവശ്യമായ ഒരുവിധ എല്ലാ വളങ്ങളും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ്. അത് ഒന്നായിട്ടല്ല, പലത് കമ്പൈൻഡായിട്ടും മിക്സ്ഡായിട്ടും ഉണ്ടാക്കി നമ്മൾ കമ്പോസ്റ്റായിട്ട് സൂക്ഷിച്ച് വയ്ക്കും. എന്നിട്ട് ആവശ്യാനുസരണം നമ്മൾ ഓരോ പച്ചക്കറിക്കും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുവിധ എല്ലാ പച്ചക്കറികളും നമ്മളിവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്നത് വളരെ റെയറാണ്. ഈ കോഴിക്കാഷ്ടവേ നൈട്രജൻ റിച്ചാണ്. നമ്മുടെ പച്ചക്കറികൾക്ക് ഏറ്റവും വേണ്ടൊരു സാധനമാണ്. ഇത് ലിക്വിഡ് ഫോമിലോ ഡ്രൈഡ് ഫോമിലോ നമുക്ക് പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം. എൻ്റെ കോഴിക്കൂടെ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഡെയിലി കഴുകി വെള്ളമായിട്ട് ഇതിനകത്തോട്ട് വിടുവാണ് പ്ലാന്റിൻ്റെ ഡ്രമ്മിലേക്ക്. അതിൽ നിന്ന് വരുന്ന സ്ലറിയെ കളക്ട് ചെയ്ത് നമ്മൾ ഡൈലൂട്ട് ചെയ്ത് പച്ചക്കറികൾക്ക് ലിക്വിഡ് ഫോമിൽ ഒഴിച്ച് കൊടുക്കും. ഈ കോഴിക്കാരെന്ന് പറഞ്ഞാൽ നൈട്രജൻ റിച്ചാണ്. നമ്മുടെ ചെടികൾക്ക് അത്യാവശ്യം വേണ്ട ഒരു കമ്പോണൻ്റാണ് നൈട്രജൻ. ചെടികൾ നടുന്ന സമയത്തെ മണ്ണുമായിട്ട് മിക്സ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സാധനം ഇതാണ്. അതിനായിട്ടാണ് നമ്മൾ ഹാർഡ് ഫോം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഡ്രൈഡ് ഫോം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കോഴിക്കാരം ഒരു കാരണവശാലും നമ്മൾ ഡയറക്റ്റായിട്ട് ചെടികൾക്കിടരുത്. നമ്മുടെ ചെടികളെല്ലാം നശിച്ചു പോകും. അപ്പോൾ ഇതിനെ നമുക്ക് നല്ലൊരു കമ്പോസ്റ്റാക്കി കൺവേർട്ട് ചെയ്യാം. സോ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഈ കോഴിക്കാരമെല്ലാം നമുക്ക് വൈപ്പ് ചെയ്തെടുത്ത് ഇടാനൊരു സ്ഥലം വേണം. ഇതേ ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് ഒരു ചാക്ക് ഞാൻ മുറിച്ചെടുത്തിരിക്കുക. ഇതേ അതിങ്ങനെ ഇവിടെ വെച്ചു. ഇവിടെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ സൂര്യൻ നേരെ കറക്റ്റ് ഇങ്ങോട്ടടിക്കും. നമുക്കിങ്ങനെ ഡ്രൈ ആയിട്ടുള്ള കമ്പോസ്റ്റ് ഉണ്ടാക്കേണ്ട ദിവസങ്ങളിൽ നമ്മളിതിനെ വെള്ളമൊഴിച്ച് കഴുകില്ല. നേരെ നമ്മൾ ഇത് കളക്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഈ ചാക്കിലേക്കിടും. ഇതിപ്പം വെള്ളവും കൂടെ ഉള്ള ഒരു സെമി സോളിഡ് സ്റ്റേജിലാണ്. ബാക്കിയൂടെ നമുക്ക് കളക്ട് ചെയ്യാം. എന്നിട്ട് എനിക്കിങ്ങനെ ഒരു സാധനമുണ്ട്. അത് വെച്ച് ഇതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിടണം. നമ്മളിപ്പോൾ കോരിയെടുത്ത കോഴിക്കാഷ്ടമാണിത്. ഇതിപ്പോൾ ഒരു സെമി സോളിഡ് സ്റ്റേജാണ്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് വല്ലാണ്ട് ഈച്ച വന്നിരിക്കും, പിന്നെ സ്മെല്ലാകും. അപ്പോൾ ഇതെല്ലാം നമുക്ക് മാറ്റണമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വേറൊരു സാധനം കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ചൂട് സീസൺ തുടങ്ങി. മരങ്ങളെല്ലാം ഇല പൊഴിച്ചിലും സ്റ്റാർട്ട് ചെയ്തു. പച്ചപ്പും ഹരിതാവും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇലകളും കരികിലകളും ധാരാളമായി. ഈക്വൽ റേഷ്യോയിൽ നമ്മുടെ ചാരവും കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ റിങ് നിറയുന്നതനുസരിച്ച് നമുക്ക് കത്തിച്ചേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ നമ്മളിത് എവിടെ കൊണ്ടുപോയി കളയും? ചാരത്തിനകത്ത് നിറച്ച് പൊട്ടാസ്യമാണ്. അത് നമ്മൾ കുറേയേറെ കമ്പോസ്റ്റാക്കി സൂക്ഷിച്ചു വയ്ക്കും. ഇനിയും ഉപയോഗങ്ങളുണ്ട്. ഈ ചാരവും നമ്മുടെ കോഴിയുടെ കോഴിക്കാഷ്ടവും രണ്ടും ചൂടാണ്. രണ്ടും ഡയറക്റ്റായിട്ട് നമ്മുടെ ചെടികൾക്ക് ഇടാനേ പാടില്ല. എന്നാൽ ഇത് കമ്പോസ്റ്റാക്കിയാലോ? നമ്മുടെ ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട നൈട്രജനും പൊട്ടാഷ്യം ഒക്കെ നമുക്കിതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. ഇപ്പോഴേ വേനൽക്കാലം സ്റ്റാർട്ട് ചെയ്തു. ഇഷ്ടംപോലെ കരികല്ലുകളുണ്ട്. ആ കരികല്ലുകൾ നമ്മൾ കുറേ ഡയറക്റ്റ് കമ്പോസ്റ്റാക്കും. ബാക്കിയുള്ളത് നമ്മൾ കത്തിക്കുന്നുണ്ട്. ആ കത്തിക്കുന്ന ചാരമാണിത്. ഇതിൻ്റെ മുകളിൽ കൂടെ തൂകി കൊടുക്കുക. അപ്പോൾ ഈ കോഴിക്കാരം പെട്ടെന്ന്
ഡ്രൈ ആകുകയും ചെയ്യും. ഒരു ഈച്ച പോലും ഇതിൻ്റെ മുകളിൽ വന്നിരിക്കത്തില്ല, മണവും വരില്ല. അപ്പം നമ്മുടെ പരിസരം വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും, നമുക്ക് ആവശ്യത്തിനുള്ള വളം കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് വഴിയേ ഈ വെള്ളമുള്ള നമ്മുടെ കോഴിക്കാരം പെട്ടെന്ന് ഡ്രൈ ആകും. അതായത് ചാരം നല്ല ഡ്രൈ അല്ലേ, അപ്പോൾ ഇത് അബ്സോർബ് ചെയ്യും. പിന്നെ ഉള്ളത് എന്ത്, ഈച്ചയോ കൊതുകോ ഒന്നും ഇതിൻ്റെ മുകളിൽ വന്നിരിക്കുകയില്ല. സോ നമുക്ക് ഡബിൾ പർപ്പസാണ്. നമ്മുടെ ചാരവും യൂസ് ചെയ്യാം, നമ്മുടെ കോഴിക്കാരവും യൂസ് ചെയ്യാം, നല്ലൊരു വളവും കിട്ടും. ഈ മെറ്റൽ ഷീറ്റിലുള്ള കോഴിക്കാഷ്ടം നമ്മൾ കോരിയെടുത്തു. എന്നാലും നമ്മൾ ഈ ഷീറ്റ് ഡെയിലി കഴുകിയിടും. അല്ലെങ്കിൽ ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കാഷ്ടം എല്ലാം കൂടെ നമുക്കൊരു ബുദ്ധിമുട്ടാകും, സ്മെല്ലാകും, ഈച്ച വരും. അതുകൊണ്ട് അതും കൂടെ അങ്ങ് കഴുകിയിട്ടേക്കുക. അവരുടെ വീടിൻ്റെ ഡോറും നമ്മൾ അടച്ചു. ഇനി ഒരു കീരിയോ പാമ്പോ കാക്കയോ ഒന്നും അവരെ പിടിക്കാൻ വരില്ല. നമ്മളവിടെ വെള്ളം ഒഴിച്ചപ്പോഴേ ദാണ്ട സ്ലറി ഇതിലേക്ക് വരുന്നു. ഇത് ലിക്വിഡ് ഫോമിലുള്ള വളമാണ്. അങ്ങനെ കോഴിക്കാഷ്ടം നമുക്ക് ഹാർഡ് ഫോമിലുള്ള വളവും ലിക്വിഡ് ഫോമിലുള്ള വളമായിട്ട് യൂസ് ചെയ്യാം. നല്ല വെയിലുണ്ടെങ്കിലേ വെറും 2 ദിവസം മതി ഇത് ഡ്രൈ ആയി കിട്ടാൻ. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. അതിനുശേഷം നമുക്കിതിനെ ബക്കറ്റിലോ ചാക്കിലോ എടുത്ത് കെട്ടി സൂക്ഷിച്ച് വെച്ചാൽ മതി. ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ശരിക്കും പറഞ്ഞാലേ കോഴി വളർത്തലിൽ ഒരു നഷ്ടവും ഇല്ല. നമുക്ക് മുട്ട കിട്ടും, കോഴിയുടെ കാഷ്ടം കൊണ്ട് നമുക്ക് വളങ്ങളുണ്ടാക്കാം, നമുക്ക് പച്ചക്കറി നടാം. എല്ലാ കാര്യങ്ങളും ഒരേപോലെ നടക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ കോഴി വളർത്തൽ. അധികമൊന്നും വേണ്ടാന്നേ, കുറച്ച് മതി.